രാത്രി നിങ്ങൾക്ക് ഒരുപാട് കഠിനമായ ചൊറിച്ചിൽ, തൊലിപ്പുറത്തെ കറുത്ത പാടുകൾ, കട്ടിപ്പ്, അതുപോലെ ചുവപ്പ് പാടുകളൊക്കെ കാണുന്നുണ്ടോ? ഇതാണ് എക്സിമ അല്ലെങ്കിൽ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ കരപ്പൻ എന്ന് പറഞ്ഞൊരു സ്കിൻ ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ്. ഞാൻ ഡോക്ടർ ഹരിപ്രിയ, കൺസൾട്ടൻറ്റ് മെഡിക്കെയർ ഹോമിയോപ്പതി ക്ലിനിക്, വാണിയമ്പലം. എക്സിമ എന്നത് ഒരു കരപ്പൻ എന്ന് നമുക്ക് പറയാം. അതൊരു സ്കിൻ ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ്. നമ്മളെ സ്കിന്ന് ഒരുപാട് ഡ്രൈ ആവുമ്പോൾ, അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ആകുമ്പോൾ, അത് എന്ത് ഫാക്ടറാണെന്ന് നമുക്ക് എന്താണ് ഇതിലെ ട്രിഗറിങ് ഫാക്ടർ എന്ന് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടതാണ്, അത്യാവശ്യമാണ്. ഇതൊരു ലൈഫ് സ്പാൻ ഒരുപാട് കാലമായിട്ട് ക്രീമുകളും ഓയിൻമെൻറ്റും ഒക്കെ യൂസ് ചെയ്ത് മടുത്തിട്ടുണ്ടാവും കുറേ പേര്, ഈ ഒരുപാട് കഠിനമായ ചൊറിച്ചിൽ കാരണം. ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് നമ്മളെ കാലുകളിൽ, മുട്ടിൻ്റെ താഴെ, മുട്ടിൻ്റെ നമ്മൾ പിൻഭാഗത്ത്, പിറകിലൊക്കെയാണ് കൂടുതലായിട്ടും ഈ ഒരു ചൊറിച്ചിലായിട്ട് അനുഭവപ്പെടുന്നത്. അതുപോലെ കൈമുട്ടിൻ്റെ താഴെ, കൈമുട്ടിൻ്റെ പിറകിലൊക്കെ ആയിട്ടാണ് ഈ ഒരു ചൊറിച്ചിലും, കഠിനമായ ചൊറിച്ചിലാണ് ഇതിന് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുന്നത് ഒരു ലക്ഷണം. ഈ ഒരു എക്സിമ അല്ലെങ്കിൽ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്നുള്ള കണ്ടീഷൻ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത് നോക്കാം. ഈ ഒരു എക്സിമ നമുക്ക് കൂടുതലായും കണ്ടുവരുന്നത് നമ്മളെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു ആസ്മ അല്ലെങ്കിൽ അലർജിക് റൈനൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻ ഉള്ളവരിലാണ് ഈ ഒരു കരപ്പൻ എന്നുള്ള അസുഖം കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അതുപോലെ ഒന്നാണ് നമ്മളെ ഡീഹൈഡ്രേഷൻ, നമ്മളെ സ്കിന്ന് ഡ്രൈ ആകുമ്പോൾ, നമ്മൾ വെള്ളം കുടിക്കുന്നത് കുറവ് മൂലം നമ്മളെ സ്കിൻ ഒരുപാട് ചർമ്മം വരൾച്ച വരും. അത് കാരണം നമുക്ക് ഒരുപാട് ചൊറിച്ചിൽ ഉള്ള ടെൻഡൻസി കൂടുതലായിട്ട് ഉണ്ടാവും. പിന്നീട് ഒരു കാരണമാണ് നമ്മളെ നമ്മളെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. കൂടുതലായിട്ട് നമ്മളെ ഡസ്റ്റ്, പൊടി, അതുപോലെ പോളൻ ഗ്രെയിൻസ്, അതൊക്കെ നമുക്ക് ചിലവർക്ക് അത് അലർജിക്കായിട്ട് കൂടുതലായിട്ട് കണ്ടുവരും. അത് കാരണവും ഈ ഒരു ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതാണ്. പിന്നീട് ഒരു കാരണമാണ് ഒരു കാലാവസ്ഥയും ഇതാണ്. നമ്മളെ തണുത്ത കാലാവസ്ഥ, മഴക്കാലത്തും അതുപോലെ വേനൽക്കാലത്തും ചൂട് കൂടിയ കാലാവസ്ഥയിലൊക്കെ കാണപ്പെടുന്നുണ്ട്. ഈ ഒരു എക്സിമ, ഈ ഒരു കണ്ടീഷൻ പലർക്കും പല കാരണങ്ങൾ കൊണ്ടാവും വരാം. എല്ലാവർക്കും ഒരു കാരണം ആവണമെന്നില്ല. ചിലവർക്ക് ചൂട് കാലാവസ്ഥ കൂടുമ്പോഴായിരിക്കും ഈ ഒരു ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ ഡ്രൈനെസ് കാരണം ഈ ചൊറിച്ചിൽ കണ്ടുവരുന്നത്. ചിലർക്ക് മഴക്കാലത്ത് ആ ഒരു സമയത്ത് അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള കാലാവസ്ഥയിലൊക്കെ ആയിരിക്കും ഈ ഒരു കരപ്പൻ എന്നുള്ള അസുഖം കൂടുതലായിട്ടും കണ്ടുവരുന്നത്. പിന്നീട് ഒരു കാരണമാണ് നമ്മളെ ഇമ്മ്യൂൺ ഡിസ്ഫങ്ഷൻ, നമ്മളെ പ്രതിരോധ ശേഷിക്ക് വരുന്നൊരു തകരാറ് മൂലവും ഈ ഒരു എക്സിമ എന്നുള്ള കണ്ടീഷൻ കണ്ടുവരുന്നുണ്ട്. പിന്നെ ഒരു കാരണമാണ് നമ്മളെ മാനസിക സമ്മർദ്ദം, നമ്മളെ സ്ട്രെസ്സും ഈ ഒരു എക്സിമയ്ക്ക് പ്രധാന കാരണമാണ്. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് കഠിനമായ ചൊറിച്ചിലാണ്, നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചൊറിച്ചിൽ. ഈ ഒരു ചൊറിച്ചിൽ മൂലം എല്ലാവർക്കും മടുപ്പ് വരെ തോന്നി തുടങ്ങുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു എക്സിമ എന്നുള്ള കണ്ടീഷൻ. കൂടുതലായിട്ട് രാത്രി ആയിരിക്കും കൂടുതലും ഈ ഒരു ചൊറിച്ചിലിൻ്റെ കൂടുതൽ ആൾക്കാരും പറയുന്നതും നമുക്ക് അനുഭവപ്പെടുന്നതും. പിന്നീടാണ് ഇതിനൊരു കറുപ്പ് കളറിൽ നമ്മൾ ചൊറിഞ്ഞ് ആ ഭാഗത്ത് കട്ടിപ്പും കറുപ്പ് കളറിലായിട്ടൊക്കെ കണ്ടുവരുന്നുണ്ട്. അതുപോലെ ചുവന്ന പാടുകളായിട്ടൊക്കെ കണ്ടുവരുന്നുണ്ട്. പിന്നെ ഈ ഒരു ചൊറിച്ചിൽ മൂലം നമ്മൾ ചൊറിഞ്ഞ് ആ ഭാഗത്ത് ഒരുപാട് മുറിവ് വരാനും ബ്ലീഡിങ് വരാനൊക്കെ ഒരു കാരണമാണ്. ഇനി നമ്മളെ ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കണം ഈ ഒരു എക്സിമ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളായിട്ട് തന്നെ എന്തൊക്കെ ശ്രദ്ധിക്കണം നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ കുളിച്ച ഉടനെ നമ്മൾ നമ്മളെ ബോഡി ലോഷൻ നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം. അത് ഒരിക്കലും മടിക്കരുത് നമ്മളത് യൂസ് ചെയ്യാൻ. കാരണം നമ്മളെ സ്കിൻ അത്രയും ഡ്രൈ ആവും തോറും നമുക്ക് ഈ ഒരു ചൊറിച്ചിലിൻ്റെ ബുദ്ധിമുട്ട് കൂടുതലാവാനാണ് ചാൻസ്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ കുളിച്ച ഉടനെ ആ ഒരു ഇളം നനവിൽ തന്നെ നമ്മൾ ബോഡി ലോഷനോ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം. രാവിലെയും രാത്രിയും നിർബന്ധമായിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. രണ്ടാമതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹാർഷ് ആയിട്ടുള്ള സോപ്സ്, കൂടുതൽ പതയുള്ള സോപ്സ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. മൈൽഡ് ആയിട്ടുള്ള സോപ്പ് ഫ്രീ ക്ലെൻസേഴ്സ് യൂസ് ചെയ്യുന്നതാണ് ഈ എക്സിമ പോലെ കണ്ടീഷനുള്ളവർ ചെയ്യേണ്ടത്. പിന്നീട് ഒന്നാണ് നമ്മൾ ഹാർഷ് ആയിട്ടുള്ള ഡിറ്റർജൻസ് യൂസ് ചെയ്യുക, അതൊക്കെ ഒഴിവാക്കേണ്ടത് നിർബന്ധമാണ്. അതുപോലെ ഒന്നാണ് വൂളൻ അതുപോലെ സിന്തറ്റിക് ക്ലോത്ത്സ് യൂസ് ചെയ്യാതിരിക്കുക. പകരം അതിന് കോട്ടൺ ആയിട്ടുള്ള വസ്ത്രങ്ങൾ, സോഫ്റ്റ് കോട്ടൺ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് വഴി നമുക്ക് ഈ ഒരു സ്കിന്നിൻ്റെ ഇറിറ്റേഷൻ, ബുദ്ധിമുട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു എക്സിമ കണ്ടീഷനുള്ളവർ ചൂടുവെള്ളത്തിൽ കുളിക്കാതിരിക്കുക. ഇനി ചൂടുവെള്ളത്തിലാണെങ്കിൽ അല്പം ചൂടുള്ള മാത്രം വെള്ളത്തിൽ കുളിക്കുക, ഇല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ നമ്മൾ ഈ കഠിനമായ ചൊറിച്ചിൽ കാരണം
നമ്മൾ നെയിൽസൊക്കെ എപ്പോഴും കട്ട് ചെയ്ത് വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. കാരണം നമ്മൾ ഈ ചൊറിഞ്ഞ് അവിടെ മുറിവ് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഹാർഷായിട്ടുള്ള കെമിക്കൽ ഡിറ്റർജൻ്റ് ആയിട്ടുള്ള ലിക്വിഡ്സ് നമ്മൾ വാഷിംഗ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യണത് ഒഴിവാക്കേണ്ടതാണ്. ഈ ബോഡി ലോഷനും അതുപോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഷീ ബട്ടർ ഉള്ള കണ്ടൻറ്റ് അല്ലെങ്കിൽ ഗ്ലിസറിൻ കണ്ടൻറ്റ് ഉള്ള ബോഡി ലോഷൻസ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ഒരു എക്സിമ എന്നുള്ള കണ്ടീഷൻ നമ്മൾ ഒരിക്കലും പേടിക്കേണ്ടതില്ല. ഇതൊരിക്കലും പകരുന്നൊരു അസുഖമല്ല ഈ ഒരു കരപ്പൻ എന്നുള്ളൊരു കണ്ടീഷൻ. ഇത് സ്കിന്നിലൊരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ്, സ്കിന്നിലൊരു അലർജിക് കണ്ടീഷനാണ്. അത് നമ്മുടെ സ്കിൻ ഒരുപാട് വരണ്ട് ഇതാവുമ്പോഴാണ് അത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇനി നമുക്കിതിന് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് വീട്ടിൽ തന്നെ നമ്മളെ വെർജിൻ കോക്കനട്ട് ഓയിൽ അത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. നമ്മൾ തേങ്ങാപ്പാൽ എടുത്തിട്ട് നമ്മളത് കുറച്ച് സമയം ഒരു പാത്രത്തിലാക്കിയിട്ട് ഒരു 24 to 48 മണിക്കൂറോളം വെക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ മേലെ മാത്രം നമുക്ക് ഒരു ഓയിൽ മാത്രം നമ്മൾ ഈ വെർജിൻ കോക്കനട്ട് ഓയിലിലെ ആ ഒരു മേൽഭാഗത്ത് ഓയിൽ മാത്രം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ആ ഓയിൽ എടുത്തിട്ട് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം നല്ലൊരു കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കുക. എന്നിട്ട് ഡെയിലി നമ്മളൊരു ആഴ്ചയിൽ 2-3 തവണ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡെയിലി ഒരു 2 തവണ യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഈ ഡ്രൈനെസ് പോകാനും നമ്മുടെ സ്കിന്നിന് എപ്പോഴും ഒരു മോയ്സ്ചറൈസ് എഫക്റ്റ് കിട്ടാൻ നല്ലതാണ്. അതുവഴി നമുക്ക് ഈ ചൊറിച്ചിലിനെ നമുക്ക് കുറേയൊക്കെ ഒരു ശമനം കിട്ടാൻ സഹായിക്കും. അതുപോലെ എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബോഡി ലോഷൻ, അതിൽ ഷീ ബട്ടർ അല്ലെങ്കിൽ ഗ്ലിസറിൻ എന്നുള്ള കണ്ടൻ്റ് ഒക്കെ ഉള്ളത് യൂസ് ചെയ്യുക. അതുപോലെ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ളതും പാരബിൻ ഫ്രീ ആയിട്ടുള്ള ബോഡി ലോഷൻസ് അല്ലെങ്കിൽ മോയ്സ്ചറൈസർ മാത്രം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ സോപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഒരുപാട് പെർഫ്യൂം ആയിട്ടുള്ള സ്മെല്ലായിട്ടുള്ളത് ഫ്രാഗ്രൻസ് കൂടിയ സോപ്പുകൾ യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ ഒരുപാട് പതയുള്ള സോപ്പൊന്നും യൂസ് ചെയ്യാതിരിക്കുക. മൈൽഡായിട്ടുള്ള സോപ്പുകൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ സോപ്പ് ഫ്രീ ക്ലെൻസേഴ്സ് യൂസ് ചെയ്യുക. നമ്മൾ ഗ്ലിസറിൻ കണ്ടന്റ് ഉള്ള സോപ്പുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഈ എക്സിമ കണ്ടീഷനുള്ളവർ നല്ലത്. പിന്നീട് പറയാനുള്ളത്, ഈ ഒരു എക്സിമ എന്നുള്ള കണ്ടീഷൻ നമുക്ക് പെട്ടെന്ന് ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നതല്ല. ഇത് ചിലപ്പോൾ ഒരുപാട് കാലമായിട്ട് കുറേ പേര് ക്രീമുകളും ഓയിൻമെൻറ്റൊക്കെ യൂസ് ചെയ്ത് മടുത്തിട്ടാവും വരുന്നത്. അപ്പോൾ അവർക്ക് ഒരു ഒറ്റ ട്രീറ്റ്മെൻറ്റ്, ഒരു വിസിറ്റിംഗ് കൊണ്ട് നമുക്കിതൊരിക്കലും ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ക്ഷമയോടുകൂടി മാത്രമേ ഈ ഒരു എക്സിമ എന്നുള്ള കണ്ടീഷൻ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഫസ്റ്റ് മെഡിസിൻ കൊടുത്ത് 2 weeks കഴിഞ്ഞ് നമുക്ക് മാറിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് പിന്നീട് ആ ഒരു ട്രീറ്റ്മെൻറ്റ് തുടർന്നില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ എക്സിമ എന്നുള്ള കണ്ടീഷൻ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, നമുക്ക് ക്ഷമയോടുള്ള ട്രീറ്റ്മെൻറ്റും ഉണ്ടെങ്കിൽ മാത്രമേ ഈ എക്സിമ എന്നുള്ള കണ്ടീഷൻ നമുക്ക് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാനും പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാനും സാധിക്കുകയുള്ളൂ. ഈ ഒരു എക്സിമ എന്നുള്ള കണ്ടീഷൻ, കരപ്പൻ എന്നുള്ള കണ്ടീഷൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ബുദ്ധിമുട്ട് ഉള്ള ആൾക്കാർ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ട്രീറ്റ്മെൻറ്റിന് ആവശ്യമുണ്ടെങ്കിലും ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇതുപോലെ ഈ ഒരു എക്സിമ എന്നുള്ള കണ്ടീഷൻ ആരെങ്കിലും ഒരു ചൊറിച്ചിൽ പോലെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.